സ്പൈനിലേക്കും ബ്രെയിനിലേക്കും ചെല്ലുന്ന മെസ്സേജ് അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് ബ്രെയിൻ പറയും മോനെ കൈ എടുത്തോടാ അല്ലെങ്കിൽ നിന്റെ കൈ പൊള്ളും എന്നുള്ള കാര്യം ബ്രെയിൻ കൃത്യമായിട്ട് മെസ്സേജ് കൊടുക്കും. ശരിക്കും തേപ്പൂട്ടി വെച്ച് പൊള്ളുന്നത് റിഫ്ലക്സ് ആക്ഷനാണ്. അത് ആക്ച്വലി മെസ്സേജ് ബ്രെയിൻ വരെ പോകത്തില്ല, സ്പൈനൽ കോഡ് വെച്ചിട്ട് അത് എന്ത് ചെയ്യും, തിരിച്ചു വരും. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമുക്ക് എന്താ ഇപ്പം നമുക്ക് ഇത് പറയുകയാണെങ്കിൽ നമുക്ക് വിശക്കുന്നു. അപ്പം ഇന്നിപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള പിള്ളേർക്കാണെങ്കിൽ അറിയാം, അപ്പുറത്തും ഇപ്പുറത്തും 2 ഹോട്ടൽസാണ്. അപ്പോൾ നമുക്ക് ഉച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ ക്ലാസ് വരുന്ന പിള്ളേർക്ക് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മീൻ വറക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ എന്താണ് ബാർബിക്യൂ ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ മണം അടിക്കുമ്പം അവർക്ക് ഓട്ടോമാറ്റിക്കലി വിശക്കും. ആ വിശപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശപ്പെന്ന് പറഞ്ഞൊരു വികാരമാണ്. അത് ഓൾറെഡി നമുക്കറിയാം. ഒരു സ്മെല്ല് അടിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇത് മീനിൻ്റെ സ്മെല്ല്, അല്ലെങ്കിൽ മീൻ വറക്കുന്നതിൻ്റെ സ്മെല്ലാണ്, അല്ലെങ്കിൽ അൽഫാമിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൽ ആ ഓർമ്മ അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ വിശപ്പെന്ന് പറയുന്ന വികാരം കൂട്ടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നാക്കി വെള്ളം വരും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. നെർവസ് സിസ്റ്റമാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തുള്ള എല്ലാ ഇൻഫോർമേഷനും പ്രോസസ്സ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാം എന്താണ്, നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം എഴുതിക്കോളൂ, നെർവസ് സിസ്റ്റം എന്നൊരു ഹെഡിങ് എഴുതിക്കോ. നെർവസ് സിസ്റ്റം എന്നൊരു ഹെഡിങ് എഴുതാം. നെർവസ് സിസ്റ്റം. അപ്പം നമുക്കറിയാം, അത് അതിനെപ്പറ്റി ഒന്ന് എഴുതുവാണ്. ഓരോ ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. ദ നെർവസ് സിസ്റ്റം ഈസ് ലൈക്ക് ദ കൺട്രോൾ സെൻറ്റർ ഓഫ് അവർ ബോഡി. ശരിക്കും ഒരു കൺട്രോൾ സെൻറ്ററാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഡോട്ട് എഴുതാം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പെഷ്യൽ ടിഷ്യൂസ് കോൾഡ് നെർവസ് ടിഷ്യൂ. Main part of nervous tissue is neuron. Main part of nervous tissue is neuron or nerve cell. അടുത്തത് this system manages and coordinates all the activities in complex animals, including human beings ആണ് കേട്ടോ. ഹ്യൂമൻ ബീയിങ്സിനെ ആനിമൽസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഫങ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം ഹെഡിങ് എഴുതുക. അടുത്തത് ഫങ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം എഴുതാം. ഫങ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം ഹെഡിങ് എഴുതാം. ഫങ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. It collects information
informations from different parts of our body. ശരിയല്ലേ? നെർവ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ കൈ പെട്ടെന്ന് തേപ്പൊട്ടിയെ കൊണ്ടു പൊള്ളി, ഞാൻ കൈ വലിച്ചു. അപ്പം അതൊരു ഇൻഫോർമേഷനാണ് ശരിക്കും. അത് ഏത് വഴിയാണ്? നെർവ് വഴിയാണ് ഇൻഫോർമേഷൻ നേരെ സ്പൈനിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ പോയത്, ഇല്ലേ? അപ്പോൾ ഈ കളക്ട് ഇൻഫോർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് അവർ ബോഡി. അടുത്ത എഴുതേണ്ടത് ഇറ്റ് ഹെൽപ്സ് us to make decisions and control our muscles and glands, and control our muscles and glands. അപ്പോൾ നമ്മൾ നെർവ് സിസ്റ്റത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നെർവ് സിസ്റ്റമാണ്. ബ്രെയിനും സ്പൈനൽ കോഡും നേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. എന്താണ് പിന്നെ അതിൻ്റെ ഫംഗ്ഷനും പറഞ്ഞു. ആ ഫംഗ്ഷനൊക്കെ നമുക്ക് തന്നെത്താൻ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഇതേപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല, ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് കണ്ടാൽ മതി. ഇനി നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് നെർവ് സിസ്റ്റത്തിൻ്റെ നെർവ് സെല്ലുകളെ പറ്റിയും അതിൻ്റെ ഫിഗർ, അതിൻ്റെ ഓരോ പാർട്ടുകളെ പറ്റിയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഇനി ഒരു ഹെഡിങ് എഴുതുക, നെർവ് സെൽ ഓർ ന്യൂറോൺ. നെർവ് സെൽ ഓർ ന്യൂറോൺ. നെർവ് സെൽ ഓർ ന്യൂറോൺ. നെർവ് സെൽ ഓർ ന്യൂറോൺ. അതിൻ്റെ ഒരു പടം വരയ്ക്കുക. അതിൻ്റെ ഒരു പടം വരയ്ക്കുമ്പോൾ ആ പടം തന്നെ ഇങ്ങനെ ഇരിക്കും, നോക്കിക്കോളൂ. ഈ പടം വരയ്ക്കുക, ഇതേപോലെ തന്നെ വരയ്ക്കുക. ഞാൻ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതേപോലെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഒരു സെക്കൻഡ്, ഒരു നിങ്ങൾക്ക് വരയ്ക്കാനുള്ളതാണ്. നെർവ് സെല്ല് ഉറപ്പായിട്ടും വരച്ച് പഠിക്കണം. മാർക്ക് ചെയ്യാൻ മാത്രമല്ല വരയ്ക്കാനും ചോദിക്കാറുണ്ട് CBSE. അപ്പോൾ അതുകൊണ്ട് അത് മസ്റ്റായിട്ട് വരച്ച് പഠിക്കണം കേട്ടോ. ഇവിടെ ഒന്ന് വന്നിട്ട് then ഇങ്ങനെ ഒരു ബ്രാഞ്ച് പോലെ ഇങ്ങനെ വരച്ചാൽ മതി. ഇത്രയും വലുതൊന്നും വരയ്ക്കണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്നിട്ട് ഇവിടെ ഒരറ്റത്തൊരു ബൾബ് പോലെ വരയ്ക്കുക. അതേപോലെ ഇവിടെയും അറ്റത്ത് ഒരു ബൾബ് പോലെ വരയ്ക്കുക. ഇവിടെ എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കേർലി ബ്രാക്കറ്റ് ഇടുന്ന പോലെ ഒരു 2-3 കേർലി ബ്രാക്കറ്റ് ഇങ്ങനെ കിട്ടേക്ക്. രണ്ട് സൈഡിലും, ഇപ്പുറത്തെ സൈഡിൽ ഇടുക. എന്നിട്ട് ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ന്യൂക്ലിയസ് കൊടുക്കേണ്ട ഇതുപോലൊരു വട്ടം വരയ്ക്കുക. ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഇവിടെയും ഒക്കെ ചെറിയ വട്ടങ്ങൾ ഇടുക. എന്നിട്ട് ഇവിടെയും ന്യൂക്ലിയസ് വരയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഡോട്ടഡ് ആക്കുക. എല്ലാം ഒന്ന് ഒരു ഇച്ചിരി ഡോട്ടഡ് ഒക്കെ ഇട്ട് ചെറുതായിട്ട്, ഒത്തിരി ഡോട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ മുടിനാര് പോലെ ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ മുടിനാര് പോലെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ നെയിം ചെയ്യാനായിട്ട് പോവാണ്. നെയിം ചെയ്യാൻ വേണ്ടി
ഇതിനെ നമ്മൾ ഇത്രയും ഭാഗമാണ്, ഇത്രയും ഭാഗം അതിനെ നമ്മൾ സെൽ ബോഡി, അതിനെ നമ്മൾ സെൽ ബോഡി എന്നാണ് വിളിക്കുന്നത്. നോക്കിക്കോളൂ, ഇതിനെ നമ്മൾ സെൽ ബോഡി എന്ന് വിളിക്കും. സെൽ ബോഡി എന്ന് വിളിക്കും. സൈറ്റോൺ എന്ന് വേണമെങ്കിൽ വേറെ പേരിൽ അറിയപ്പെടാം, സൈറ്റോൺ. ഇനി ഈ നീളമുള്ള കമ്പ് പോലുള്ള സാധനം ഇത് കണ്ടോ, അതിനെ ഈ ഭാഗത്തെ നമ്മൾ ആക്സോൺ എന്ന് വിളിക്കും. മാർക്ക് ചെയ്യുക, ആക്സോൺ. അതിന്റെ വെളിയിലെ കേർലി ബ്രാക്കറ്റിനെ നമ്മൾ മൈലീൻ ഷീത്ത് എന്ന് വിളിക്കും. മൈലീൻ ഷീത്ത് എന്ന് വിളിക്കും. ഇനിയും ആ സെൽ ബോഡിക്കകത്തുള്ള ആ ഒരു വട്ടത്തെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. സെൽ ബോഡിക്കകത്തുള്ള വട്ടം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസ് ആണ്. അതേപോലെ തന്നെ ആ സെൽ ബോഡിയിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന ആ മുടിനാര് പോലെ സാധനത്തെ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കും. ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കും. ഈ അറ്റം ഈ ഭാഗത്ത് നമ്മൾ നെർവ് എൻഡിങ് എന്നാണ് വിളിക്കുന്നത്. ഈ ഭാഗത്ത് ഇത് നമ്മൾ നെർവ് എൻഡിങ് ആണ്. അടുത്ത നെർവിലോട്ട് കണക്ട് ചെയ്യാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നെർവ് സെല്ലാണ്. ഇത് നെർവ് സെല്ലിന്റെ എൻഡിങ് ആണ്. അപ്പം അടുത്ത നെർവ് സെല്ലിലോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സിനാപ്സ് എന്ന് എഴുതാം. അത് നമ്മൾ അങ്ങോട്ട് പറയാം. സിനാപ്സ് എന്നോ ഒക്കെയാണ് അതിന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നെർവ് എൻഡിങ് എന്ന് എഴുതാം. ഓക്കെ, ഇത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരയ്ക്കാൻ പഠിക്കണം. ഞാൻ വരച്ച ആ ഒരു ഓർഡർ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ പഠിക്കുക. ഇനി ഓരോ പാർട്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പാർട്ടിനെ പറ്റി പഠിക്കണം. ഒന്നാമത്തേത് സെൽ ബോഡിയാണ്. സെൽ ബോഡി എന്താണ്, സെൽ ബോഡി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സെൽ ബോഡി ഇട്ടിട്ട് ഒരു ഹൈഫൻ എഴുതുക. സെൽ ബോഡിയുടെ വേറെ പേര് ഓൾറെഡി ഞാൻ പറയുന്നത് സൈറ്റോൺ എന്നാണ്. അപ്പോൾ അത് എഴുതുക. ഇറ്റ് ഈസ് ദ മെയിൻ rounded part of neuron നെ nerve cell എന്ന് പറയും. neuron where central nucleus and cytoplasm is found. Where central nucleus and cytoplasm is found. അതാണ് സെൽ ബോഡി. ഈ ഭാഗം അടുത്തത് എഴുതേണ്ടത് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ are like dendrites are like tree branches of nerve cell അല്ലെങ്കിൽ ന്യൂറോൺസ് സെൽ ബോഡി എന്ന് എഴുതിയാൽ മതി. of neurons സെൽ ബോഡി ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് they receive and pass signals messages to and from the cell body. അടുത്തത് ആക്സോൺ. It is the longest part of a neuron, comma, that carries messages away from cell body,
cell body. It is protected by a covering called myelin sheath. It is protected. നമ്മൾ പറഞ്ഞു ഒരു കേർലി ബ്രാക്കറ്റ് പോലൊരു സംഭവം അല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ആക്സോണെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കവറിങ് ആണത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ കവറിങ് called myelin sheath. അടുത്തത് nerve ending. They are like tiny branches at the end of nerve cell. At the end of nerve cell, at the end of nerve cell, which send electrical signals. നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന മെസ്സേജിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സെൻഡ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ടു അതർ ന്യൂറോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഓർക്കണം, ഈ പാർട്ടുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ പാർട്ടുകളാണ് പറഞ്ഞത്. നേഴ്സിൽ വരയ്ക്കാൻ പഠിക്കുക, അതിൻ്റെ ഓരോ പാർട്ട് മാർക്ക് ചെയ്യാൻ പഠിക്കുക, പിന്നെ ആ ഓരോ പാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. അതായത് ഈ ന്യൂറോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം വർക്കിംഗ് ഓഫ് ന്യൂറോൺ എന്ന് ഹെഡിങ് എഴുതാം. വർക്കിംഗ് ഓഫ് ന്യൂറോൺ. ഓരോ ഡോട്ട് ആയിട്ട് എഴുതാം. The neuron gets information. Neuron gets information from receptors as an electrical signal. At the start of its dendrite. At the start of its dendrites. At the tip of its dendrite എന്ന് എഴുതിയാൽ മതി. At the tip of its dendrite. At the tip of its dendrite. അതായത് നമുക്ക് ഒരു ഇൻഫർമേഷൻ വരുന്നത് എങ്ങനെയാണ്? റിസപ്റ്ററിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വരുവാണെങ്കിൽ ആദ്യം അത് ഡെൻഡ്രൈറ്റ് വഴി എന്താണ് നെർവിനകത്തോട്ട് കയറുന്നത്. ഡെൻഡ്രൈറ്റ് വഴിയാണ് നെർവിനകത്തോട്ട് അത് കയറുന്നുണ്ടാകുക. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ആ ഡെൻഡ്രൈറ്റ് വഴി സെൽ ബോഡിക്കകത്ത് അത് കയറും. സെൽ ബോഡിയിൽ നിന്ന് അത് നേരെ ആക്സോണിലോട്ട് കടത്തിവിടും. ആക്സോണിലോട്ട് നേരെ കടത്തിവിട്ടിട്ട് അത് നേരെ വന്നിട്ട് നെർവ് എൻഡിങ്ങിൽ വരും. നെർവ് എൻഡിങ്ങിൽ അടുത്ത നെർവ് സെല്ലിൻ്റെ ഡെൻഡ്രൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതിനെ നമ്മൾ സിനാപ്സ് എന്നോ അല്ലെങ്കിൽ സൈനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നോ പറയും. അവിടെ ശരിക്കും ഒരു കെമിക്കൽ, അത് ശരിക്കും മുട്ടിയിരിക്കുമല്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഗ്യാപ്പ് ഉണ്ടായിട്ടോ എങ്ങനെ ഈ മെസ്സേജ് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അസറ്റൈൽ കൊലൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ഒരു കെമിക്കൽ റിലീസ് ചെയ്യും ബോഡി തന്നെ. അതിലൂടെയാണ് ഒരു നെർവിൽ നിന്ന് അടുത്ത നെർവിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അത് നമുക്ക് എഴുതാം. അടുത്ത ഡോട്ടിട്ട് എഴുതുക. This signal travels from the dendrites to the cell body, and then
then to the tip of the axon, to the tip of the axon, tip of the axon, ആക്സോണിന്റെ ടിപ്പിൽ പോയി. ഇനി എഴുതേണ്ടത് between two neuron, between two neuron, between two neuron there is a small gap known as synapse, synapse. എന്നിട്ട് എഴുതുക, ബാക്കിയായിട്ട് എഴുതുക സ്പെഷ്യൽ കെമിക്കൽ called neurotransmitter bridge this gap to transmit some signals to, അല്ലെങ്കിൽ transmit the signals to next neuron. ഒരു എക്സാമ്പിൾ ഓഫ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ അസറ്റൈൽ കൊലൈൻ എന്നാണ്. അത് നിങ്ങൾക്ക് നോക്കട്ടെ, അത് ഓക്കെ. അത് പേരൊന്നും അതിനകത്ത് ഇതിനകത്തില്ല, പറഞ്ഞിട്ടില്ല. എന്നാലും അസറ്റൈൽ കൊലൈൻ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് എഴുതിയേക്കണം. അസറ്റൈൽ കൊലൈൻ. അതിങ്ങനെ എഴുതിയാൽ മതി. ന്യൂറോ ട്രാൻസ്മിറ്റർ ഹൈഫൻ ഇട്ടിട്ട് അസറ്റൈൽ കൊലൈൻ എന്നങ്ങ് എഴുതിയിട്ടാൽ മതി. അസറ്റൈൽ കൊലൈൻ. അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൂടി എഴുതിക്കോ. at the end of axon electrical signals trigger the release of these chemicals. At the end of axon, electrical signal trigger the release of these chemicals. ഇത് ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണോ? എഴുതിയോ? ആരവ്, അക്ഷിത, അൻവിൻ, ഡീന, ജൊഹാന, കാർത്തിക്, സായി,
എഴുതി സാറേ. ദേവജിത്ത്, എഴുതി സാർ. ഓക്കെ സാർ, ഓക്കെ. രോഹിത്ത്, റിജോ, സിദ്ധാർത്ഥ്, ഓക്കെ അൻവിത്ത്, സാർ. ശ്രേയ, എഴുതി സാർ. അദ്വൈത്. എഴുതി. എഴുതി സാർ. ഏത് സാറേ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് എഴുതിക്കോ, റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷൻ, റിഫ്ലക്സ് ആക്ഷൻ, റിഫ്ലക്സ് ആക്ഷൻ. ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ കണ്ണിലേക്ക് ഇപ്പം പെട്ടെന്ന് നമ്മൾ അടുത്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കൈ ഇങ്ങനെ ഇതാക്കിയപ്പോൾ നമ്മൾ കണ്ണ് പെട്ടെന്ന് അങ്ങ് ചിമ്മത്തില്ലേ? റിഫ്ലക്സ് ആക്ഷൻ എക്സാമ്പിളാണ്. തേപ്പ് അല്ലെങ്കിൽ ചൂടുള്ള പാത്രം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഈ രാവിലെ തിരക്കിൽ, നമ്മളെയൊക്കെ സ്കൂളിൽ വിടാനുള്ള തിരക്കിൽ അവരെന്ത് ചെയ്യും? അടുക്കളയിൽ അവർ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ കറിയൊക്കെ ഇളക്കിയിട്ട് ചിലപ്പോൾ ആ കറി ഇളക്കുന്ന തവി അതിനകത്ത് വെച്ചിട്ട് തന്നെ ചിലപ്പോൾ അടുത്ത പണിക്ക് പോകും. വീണ്ടും തിരിച്ച് അത് വന്നിട്ട് ആ കറിയുടെ അല്ലെങ്കിൽ ആ ഇളക്കാൻ വെച്ചിരിക്കുന്ന തവി ചിലപ്പം കൈ കൊണ്ട് ഓർക്കാതെ എടുക്കുമ്പോൾ അവർ മേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് താഴെ ഇടുന്ന കാണാം ഇല്ലേ? ശരിയല്ലേ? അപ്പം അത് താഴെ ഇടുന്നത് റിഫ്ലക്സ് ആക്ഷനാണ്. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നടക്കുന്ന, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുക. ഓക്കെ. ചൂട് വരുമ്പോൾ കൈ വലിക്കുക, തേപ്പ് തേക്കുമ്പോൾ കൈ വലിക്കുക, ചൂട് പാത്രത്തിൽ നിന്നും കൈ വലിക്കുക. അതേപോലെ തന്നെ എന്താണ്, പെട്ടെന്ന് കണ്ണിലേക്ക് എന്തെങ്കിലും ഇങ്ങനെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എന്താണ് കൈ ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് വീശുമ്പോൾ കണ്ണടയ്ക്കും. ഇതെല്ലാം ഈ റിഫ്ലക്സ് ആക്ഷൻ്റെ കൺസെപ്റ്റുകളാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അപ്പം അതിനെപ്പറ്റി നമുക്കൊരു കാര്യം എഴുതാം. എഴുതിക്കോ, റിഫ്ലക്സ്. റിഫ്ലക്സ്, റിഫ്ലക്സ് is a word we use to explain some sudden action in response to something in our environment. അതായത് ഇപ്പം നമ്മുടെ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു ബാർബിക്യൂവിൻ്റെ ഒക്കെ മണം അടിക്കുന്ന സമയത്ത് നമ്മുടെ വായിക്കൂടെ വെള്ളം വരുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ റിഫ്ലക്സ് ആക്ഷൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ. ഓക്കെ. എന്നിട്ട് അടുത്ത ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കും. ഇതൊരു ഡോട്ട് ഇട്ടിരിക്കും, അടുത്തൊരു ഡോട്ട് ഇട്ട് എഴുതിക്കോ, അടുത്തൊരു ഡോട്ട് എഴുതിക്കോ. The process of detecting the signal or the input and responding to it by an output action might be completed quickly, such connections is commonly
commonly called a reflex arc. A reflex arc. അതേപോലെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ ആ ഒരു പടമുണ്ട്. ആ പടം, ആ റിഫ്ലെക്സ് ആർക്ക്, അത് ജസ്റ്റ് ഒന്ന് പഠിക്കണം. അത് സാധാരണ പടം തന്നിട്ട് മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ റിഫ്ലെക്സ് ആർക്ക് ഒന്നുകൂടെ എന്താണ് അതിൻ്റെ റിഫ്ലെക്സ് ആർക്കിൻ്റെ ആ പടത്തിനകത്തുള്ള സെൻസറി നെർവ്, സെൻസറി ന്യൂറോണ്, മോട്ടോർ ന്യൂറോണ്, അതേപോലെ തന്നെ എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ആ റിഫ്ലെക്സ് ആർക്കിൻ്റെ പടം എന്ത് ചെയ്യുക, അതിനകത്തൊന്ന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സോറി അതിനകത്ത് നോക്കി പഠിക്കുക. എന്താ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അത് കൈയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. അതായത് നോക്കിയോ, ഇങ്ങനെ വന്ന് ഒരു 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 എന്താണ് ന്യൂറോൺ, ഒരു നെർവ് സെല്ല് ഇങ്ങനെ വന്നിട്ട് അത് സ്പൈനൽ കോഡ് വരെ വരും. ഇതാണ് സ്പൈനൽ കോഡ് എന്ന് വിചാരിച്ചോ, ഇതാണ് സ്പൈനൽ കോഡ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നറിയോ, റെസ്പോൺസ് ഒരു എന്താണ് മോട്ടോർ ന്യൂറോൺ വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, തിരിച്ച് വേണ്ടി ഇവിടെ. അതായത് ഇത് നമ്മുടെ കയ്യിലുള്ള രണ്ട് നെർവാണ്. എന്താ, സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. സെൻസറി ന്യൂറോൺ നമ്മളിപ്പം ഇതിപ്പോൾ നമ്മുടെ കൈയാണെന്ന് വിചാരിച്ചു, ഇവിടെ ഇപ്പം നമ്മുടെ കൈ ഉണ്ടെന്ന് വിചാരിച്ചു. കൈ ചൂടുവെള്ളത്തെ ടച്ച് ചെയ്തു, ചൂടുവെള്ളത്തെ ടച്ച് ചെയ്തപ്പോഴത്തേക്കും കൈ പെട്ടെന്ന് വലിക്കും. അപ്പോൾ ആ ചൂടാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് സെൻസറി ന്യൂറോൺ. ഇത് വരയ്ക്കണ്ട കേട്ടോ, എനിക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. സെൻസറി ന്യൂറോണാണ്. അത് നേരെ സ്പൈനൽ കോഡ് വരെ വന്നിട്ട് അവിടെ ഒരു റിലേ ന്യൂറോൺ ഉണ്ട്. ഇവിടെ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ബ്രെയിനിലേക്ക് വരെ പോകത്തില്ല. കാരണം ബ്രെയിനിലേക്ക് വരെ പോയിട്ട് തിരിച്ച് പ്രോസസ്സ് ചെയ്ത് വരാനുള്ള സമയമില്ല. അതിനു മുമ്പ് നമ്മൾ കൈ വലിച്ചേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, സ്പൈനൽ കോഡ് എന്ത് ചെയ്യും, സ്പൈനൽ കോഡ് വെച്ച് അത് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മോട്ടോർ ന്യൂറോൺ, മസിലുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോണാണ് മോട്ടോർ ന്യൂറോൺ ഇൻഫോർമേഷൻ കൊടുക്കുകയും അതെന്ത് ചെയ്യും, നമുക്ക് കൈ വലിക്കണമെങ്കിൽ നമ്മുടെ മസിൽ പ്രവർത്തിക്കണ്ടേ. അപ്പം അത് മോട്ടോർ ന്യൂറോൺ വഴിയാണ് അതെന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ആലോചിക്കുക. ഇതൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ആ പടം നോക്കിക്കോ. അപ്പോൾ അതിനകത്ത് ഉള്ള കാര്യം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഒരു സെക്കൻഡ് കുഞ്ഞോളെ. ഓക്കെ കുഞ്ഞുങ്ങളെ, തിരിച്ചു വരാം. നോക്കിക്കോളൂ, ഈ റിഫ്ലെക്സ് ആക്ഷൻ്റെ താഴോട്ട് എന്താണ് ഇതിനെ കുറച്ചുകൂടെ, അതായത് ഇതിപ്പം കുറച്ചുകൂടെ എന്താണ് വലുതായിട്ടുള്ള കുറേ കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സിമ്പിളായിട്ടുള്ള 2-3 കാര്യങ്ങളുടെ റിഫ്ലെക്സ് ആക്ഷനെ പറ്റി ഞാൻ തരാം. എഴുതിക്കോ, ഇത് എഴുതിയാലും മതി. അപ്പം എഴുതിക്കോ, ഇൻവോളണ്ടറി ആക്ഷൻ in response to
in response to an external or internal stimuli are termed as reflex action. അതായത് ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ശരിക്കും ഇൻവോളണ്ടറി അല്ലേ, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്താണ്, ചിക്കൻ വറക്കുന്നത് നമ്മൾ കാണുമ്പോഴോ അല്ലെ സ്മെല്ല് ചെയ്യുമ്പോഴോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വായി വെള്ളം വന്നു പോകും. വിശത്തോടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട, വായി വെള്ളം വരും. അതേപോലെ തന്നെ ഒരാൾ നമ്മളെ ഇങ്ങനെ എന്താണ് പെട്ടെന്ന് നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ അടുത്തോട്ടല്ല അടിക്കാൻ വരുന്ന പോലെ അയാൾ ആക്റ്റീവ് ആണെങ്കിൽ തന്നെ, അടിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ കണ്ണ് എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ചിമ്മുകയും ചെയ്യും അല്ലേ. അതേപോലെ തന്നെ തേപ്പൊട്ടിയൊക്കെ നമ്മുടെ കൈ കൊണ്ടുപോകണമെങ്കിൽ നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ എന്താണെന്ന് ചൂടാവട്ടെ, ബ്രെയിൻ പ്രോസസ്സ് ചെയ്യട്ടെന്ന് പറഞ്ഞിരിക്കത്തില്ലല്ലോ. അതെല്ലാം ഇൻവോളണ്ടറി. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വലിക്കുക ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഇൻവോളണ്ടറി ആക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ആൻഡ് സ്പൈനൽ കോഡ് ആർ ഇൻവോൾവ് ഇൻ കൺട്രോളിങ് റിഫ്ലെക്സ് ആക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ടേമാണ്, അല്ല സെൻറ്റൻസ് ആണ്. ദ പെരിഫറൽ nervous system and spinal cord are involved in reflex action. അതേപോലെ തന്നെ the path traveled by the impulse during a reflex action is called a reflex arc. നേരത്തെ ഞാൻ റിഫ്ലെക്സ് ആർക്കിൻ്റെ വലിയൊരു ഡെഫിനിഷനാണ്, അത് വേണ്ട, അതിന് പകരം ഇത് എഴുതിയാൽ മതി. കണ്ടോ, ഇത് പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ് ദ സിഗ്നൽ, അതും ഈ സാധനം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് പാത്ത് ട്രാവൽഡ് ബൈ ഇമ്പൾസ് ഡ്യൂറിങ് റിഫ്ലെക്സ് ആക്ഷൻ ഈസ് കോൾഡ് റിഫ്ലെക്സ് ആർക്ക്. എന്നിട്ട് റിഫ്ലെക്സ് ആർക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അത് വേണമെങ്കിൽ എഴുതിക്കോ. എ റിഫ്ലെക്സ് ആർക്ക് can be represented as follow. Can be represented as follows. ആദ്യം സ്റ്റിമുലൈ ഉണ്ടാവണം, സ്റ്റിമുലസ്. അത് കഴിഞ്ഞിട്ട് റിസപ്റ്റർ ഇൻ സെൻസ് ഓർഗനിലുള്ള റിസപ്റ്റേഴ്സ് അത് ഐഡന്റിഫൈ ചെയ്യും. റിസപ്റ്റേഴ്സ് ഇൻ സെൻസ് ഓർഗൻ എഴുതുക. അടുത്ത സ്റ്റെപ്പ് സെൻസറി നെർവ്, സെൻസറി ന്യൂറോൺ. അടുത്ത ഒരു ആരോ ഇട്ടിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് CNS, അത് ഈ പറഞ്ഞ പോലെ സ്പൈനൽ കോഡാണ്. വീണ്ടും ആരോ ഇട്ടിട്ട് അത് മോട്ടോർ നെർവിന് ഇത് കൊടുക്കും, മോട്ടോർ ന്യൂറോൺ. വീണ്ടും ഒരു ആരോ ഇട്ടിട്ട് മസിൽ ഓർ ഗ്ലാൻഡ്. വീണ്ടും ഒരു ആരോ ഇട്ടിട്ട് റെസ്പോൺസ്, കൈവലിക്കുന്നു, റെസ്പോൺസ്. അപ്പം റിഫ്ലെക്സ് ആർക്ക് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സ്റ്റിമുലസ്, പിന്നെ റിസപ്റ്റർ ഇൻ സെൻസ് ഓർഗൻ, അടുത്ത സെൻസറി ന്യൂറോൺ വഴി അത് നേരെ സ്പൈനൽ കോഡ് വരുന്നു, അവിടുന്ന് മോട്ടോർ ന്യൂറോൺ വഴി മസിൽസ് ഗ്ലാൻഡിന് മെസ്സേജ് കൊടുക്കുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ റിഫ്ലെക്സ് ആർക്ക്.
എഴുതിയോ കുഞ്ഞുങ്ങളെ? ഇത്ര എഴുതിയോ? സായി ഒക്കെ എഴുതിയോ? സായി? അപ്പൊ റിഫ്ലക്സ് ആർക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്ന 2 പോയിന്റ് പഠിച്ചില്ലെങ്കിലും വേണ്ടതല്ല, ബാക്കിയുള്ള പോയിന്റ് ഇൻവോളണ്ടറി ആക്ഷൻ മുതൽ തന്ന പോയിന്റുകൾ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന സിമ്പിൾ പോയിന്റുകളാണ്. അത് നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിനകത്തെ ആ ഒരു ഡിവിഷൻ ക്ലാസിഫിക്കേഷനും കൂടെ തന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നോക്കൂ, നെർവസ് സിസ്റ്റം എന്ന് ഇങ്ങനൊരു നെർവസ് സിസ്റ്റം എന്ന് എഴുതിയിട്ട് എന്നിട്ട് അതിനെ നമ്മൾ 2 ഇതാക്കി എഴുതാൻ പോവാണ്. അതിലൊന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം. അടുത്തത് ഇവിടെ പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് മെയിനായിട്ടുള്ളത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. അപ്പം ബ്രെയിനെ പറ്റിയാണ് ആദ്യം പറയാൻ പോകുന്നത്. ബ്രെയിനെ പറ്റി പറയുമ്പോൾ ബ്രെയിനകത്തും ഈ പറഞ്ഞ പോലെ സബ് ഡിവിഷൻസ് ആയിട്ടുള്ള കുറേ പാർട്ടുകളുണ്ട്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. അവിടെ നിന്നൊക്കെ ഒത്തിരി ചോദ്യം ചോദിക്കും. അപ്പം ആദ്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം. It includes the brain and spinal cord. The brain and spinal cord. ഇനി അതിന്റെ സബ് ഡിവിഷൻ ആണ് ബ്രെയിൻ. എ എന്ന് കൊടുക്കുക, ബ്രെയിൻ എന്ന് എഴുതുക, ബ്രെയിൻ. എന്നിട്ട് ഓരോ ഡോട്ട് ഇട്ടിട്ട് എഴുതാം ഓരോ കാര്യങ്ങൾ. The human brain is the largest among all animals. Is the largest among all animals. അടുത്ത ഡോട്ട്, it is well protected by the cranium or skull. അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് സ്കള്ള് അഥവാ ക്രേനിയത്തിലാണ്. എന്നിട്ട് അടുത്ത ഡോട്ട് എഴുതേണ്ടത് 3 membranous covering called meninges ആണ്. MENINGS ആണ്. meninges covers the brain. ഈ മെനിഞ്ചസിനുണ്ടാവുന്ന അല്ലെങ്കിൽ മെനിഞ്ചസിൽ ഉണ്ടാവുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. അപ്പം അതും കൂടെ ഒന്ന് എഴുതണം. ഇൻഫ്ലാമേഷൻ എന്ന് പറയുമ്പോൾ നീർക്കെട്ട്. ഇൻഫ്ലാമേഷൻ ഓഫ് ദ മെനിഞ്ചസ്. അടുത്ത ക്ലാസ്സിൽ ബയോളജി ക്ലാസ് ഞാൻ ഇതിൻ്റെ പാർട്ടുകളെല്ലാം കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, കാണിക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു പടം കാണിക്കാം. അപ്പം അതിൻ്റെ ഒരു ബ്രെയിൻ്റെയൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ട്, ഒരു ചെറിയൊരു ഇതുപോലെ. അപ്പോൾ അതും കാണിക്കാം. ഓരോ ലെയറായിട്ട് നമുക്കത് കണ്ടുപഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചസ് ഈസ് കോൾഡ് മെനിഞ്ചൈറ്റിസ്. അടുത്തത് the space between the covering membrane
membranes, comma, central spaces of the brain, and the central canal of the spinal cord. Central canal of the spinal cord is filled with cerebrospinal fluid. cerebrospinal fluid. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കള്ളും അതേപോലെ തന്നെ ഈ സ്കള്ളിനകത്താണ് ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെയിനിന്റെ തൊട്ട് മുകളിലായിട്ട് ഈ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു 3 മെമ്പറേനിയസ് ആയിട്ടുള്ള കവറിംഗ് ഉണ്ട്. അപ്പോൾ ഈ കവറിങ്ങിന്റെയും ഈ സ്കള്ളിന്റെയും ഇടയ്ക്കൊക്കെ ഒരു വാട്ടറി ആയിട്ടുള്ള ഒരു ഇതുണ്ട്, ഒരു ക്യുഷൻ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ മെഷീൻ പാർട്സിലൊക്കെ എന്തിനാണ് ഗ്രീസ് ഇടുന്നതെന്നറിയോ? നല്ല കട്ടിക്ക് ഗ്രീസ് ഇടും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടുകൾ തമ്മിൽ ഒരയാതിരിക്കാനാണ്. അങ്ങനെ പാർട്ടുകൾ തമ്മിൽ ഒരയുവാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? അവിടെ വിയർ ആൻഡ് ടിയർ ഉണ്ടായിട്ട് അവിടെ തേയ്മാനം സംഭവിക്കും. തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഒത്തിരി പണികളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ബ്രെയിൻ. നമ്മുടെ തലയൊക്കെ എവിടെയൊക്കെ ഇടിക്കുമ്പോൾ ഇതിനകത്ത് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഒരു ക്യുഷനായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഘാതം ഏൽക്കാത്തത്. മനസ്സിലായോ? നമ്മളിപ്പോൾ സാധാരണ ചിലപ്പോൾ എണീക്കുന്ന സമയത്ത് കട്ടിലേച്ച തല ഇടിക്കും, അല്ലെങ്കിൽ ബെഞ്ചിൽ ഇടിക്കും, അല്ലെങ്കിൽ ഭിത്തിയെ പോയി ചിലപ്പോൾ ഇടിക്കും. അങ്ങനെയൊക്കെ ഇടിക്കുന്ന സമയത്ത് നമ്മുടെ തലയ്ക്ക് നല്ലതായിട്ട് ഇടിച്ചാലല്ല, ചെറിയ രീതിയിലുള്ള ഇടിയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇടിയിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അതായത് ഈ സ്കള്ളിൻ്റെയും ഈ മെനിഞ്ചസിൻ്റെയും ഇടയ്ക്ക് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വലിയ ആഘാതങ്ങളൊന്നും നമ്മുടെ ബ്രെയിനിന് ഏൽക്കാത്തത്. അതൊരു ക്യുഷനായിട്ട് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ക്യുഷനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റഡ് ആവാനായിട്ട് പറ്റും. ഓക്കെ, ആ ഫ്ലൂയിഡിനെയാണ്, അത് സ്പൈനിലും ഉണ്ട്, ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഒരു ഡോട്ട് കൂടെ എഴുതിയിട്ട് ക്ലാസ് നിർത്താം. 3 primary regions of the brain are forebrain, midbrain and hindbrain. ഇത്ര എഴുതിയിട്ട് ഇങ്ങനെ നിർത്താം നമുക്ക് ഇന്നത്തെ ക്ലാസ്.